നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്ത് മടുത്തു എന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെയിൽ തുടങ്ങാൻ പോവാണ് ജൂലൈ 12-ാം തീയതി. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് 1,00,000 രൂപയുടെ ലാപ്ടോപ്പ് മുതൽ 1,000 രൂപയുടെ ഇയർബഡ്സ് വരെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത്തവണത്തെ ഫ്ലിപ്കാർട്ടിന്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെയിലിൽ ഏതൊക്കെ ഡീലുകൾ മേടിക്കണം, ഏതൊക്കെ പ്രോഡക്റ്റ് മേടിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഫ്ലിപ്കാർട്ടിന്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെയിൽ തുടങ്ങുന്ന ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ജൂലൈ 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ. ഇനി ഫ്ലിപ്കാർട്ടിന്റെ പ്ലസ് മെമ്പേഴ്സിനാണ് െന്നുണ്ടെങ്കിൽ ജൂലൈ 11-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഓഫർ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ നമ്മളെടുത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഡീല് തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ലാപ്ടോപ്പിന്റെ അകത്ത് ഏസറിന്റെ സ്വിഫ്റ്റ് നിയോ ഓലഡ് AI PC എന്ന് പറഞ്ഞിട്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ഈ ലാപ്ടോപ്പിന്റെ അകത്ത് വരുന്ന സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ഓലഡ് സ്ക്രീന്, അതുപോലെ തന്നെ AI പവേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ, അലുമിനിയം ബിൽഡാണ് വരുന്നത്, ലൈറ്റ് വെയിറ്റ് ആണ്. അത് മാത്രമല്ല ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ക്രിയേറ്റർ ആണ്, നിങ്ങളൊരു എഡിറ്റർ ആണ്, നിങ്ങൾക്ക് ഒരു ഓഫീസ് ലാപ്ടോപ്പ് വേണം, പ്രൊഡക്ടിവിറ്റി ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആയിരിക്കും. കാരണം ഇതിനകത്ത് കുറെ AI ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നതുകൊണ്ട് എഫിഷ്യന്റ് ആയിരിക്കും. ഇതിന്റെ MRP എന്ന് പറഞ്ഞാൽ 99,999 രൂപയാണ്. എന്നാൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെയിലിൽ 47,999 രൂപയ്ക്കാണ് കിട്ടുന്നത്. അടുത്തത് ഏസൂസിന്റെ വിവോ ബുക്ക് 14 വിത്ത് കോർ അൾട്രാ 5, അതായത് കോർ അൾട്രാ 5 ചിപ്സെറ്റോട് കൂടി വരുന്ന ഒരു ലാപ്ടോപ്പാണ്. ഈ ഒരു ലാപ്ടോപ്പിന്റെ അകത്ത് AI ഫീച്ചേഴ്സ് ഇൻബിൽഡ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല ബാക്ക് ലിറ്റഡ് കീബോർഡ്, ഒരു SSD. ഇത് കംപ്ലീറ്റ്ലി ഒരു ക്രിയേറ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതല്ല. ഇത് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ബേസിക്കലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് MRP എന്ന് പറയുന്നത് 92,990 രൂപയാണ്. പക്ഷേ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെയിലിൽ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് 57,999 രൂപയ്ക്ക് കിട്ടും. അടുത്ത് നമുക്കിനി ടാബ്ലറ്റ്സും സ്മാർട്ട് ഫോൺസും നോക്കാം. ടാബ്ലറ്റ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി A9 Plus 5G ടാബ്ലറ്റ് വരുന്നുണ്ട്. 8GB റാം, 128GB ഇന്റർണൽ സ്റ്റോറേജ്, സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഐഡിയലി നമുക്ക് എന്റർടൈൻമെന്റ് പർപ്പസിനും അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ്, പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ ഇച്ചിരി ഗെയിമിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒറിജിനൽ പ്രൈസ്, അതായത് MRP പ്രൈസ് എന്ന് പറയുന്നത് 32,999 രൂപയാണ്. എന്നാൽ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിലിൽ നമുക്ക് 15,499 രൂപയ്ക്ക് കിട്ടും. ഗ്രേറ്റ് ഡീൽ. നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അടുത്തത് നമ്മുടെ സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ് ഗാലക്സി S24ന്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഡ്രോപ്പ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റണേ. അതായത് MRP എന്ന് പറയുന്നത് 74,999 രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോഡ് സെയിലിന് 46,999 രൂപയ്ക്കാണ് കിട്ടുന്നത്. സാംസങ്ങിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണ് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങളിപ്പോൾ S24 ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ആൻഡ്രോയിഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഗോ ഫോർ ഇറ്റ്. അടുത്ത് നിങ്ങൾ ഇനി ഐഫോൺ ഫാൻ ആണെന്നുണ്ടെങ്കിൽ iPhone 16നും ഇതേപോലത്തെ ഒരു ഓഫർ ഉണ്ട്. 79,900 രൂപയാണ് MRP പ്രൈസ് iPhone 16ന്. എന്നാൽ നമ്മുടെ ഗോഡ് സെയിലിന് 46,999 രൂപയ്ക്ക് കിട്ടും. ഇതിന്റെ കൂടെ അഡീഷണലി നിങ്ങൾക്ക് എന്തെങ്കിലും കാർഡ് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ പ്രൈസ് ഡ്രോപ്പ് ആവും. ഫൈനലായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ അകത്ത് ഓപ്പോയുടെ K13 5G, ഇതൊരു 5G ഫോണാണ്. ഇതിന്റെ അകത്ത് നമുക്ക് ഒരു 80 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ ഭയങ്കര മാസീവ് ആയിട്ടുള്ള 7000 mAh ബാറ്ററി ഒക്കെ ഉണ്ട്. ഇതൊരു സ്നാപ്ഡ്രാഗൺ 6 Gen 4 പ്രൊസസ്സർ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ. ഇതിന്റെ MRP പ്രൈസ് എന്ന് പറയുന്നത് 22,999 രൂപയാണ്. എന്നാൽ നമ്മുടെ ഗോഡ് സെയിലിന് 15,999 രൂപയ്ക്ക് കിട്ടും. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫോൺ, ഒരു എൻട്രി ലെവൽ ഫോൺ, ഒരു മിഡ് റേഞ്ച് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫറിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതായത് 22,000 രൂപയുടെ ഫോൺ 15,000 രൂപയ്ക്ക് കിട്ടും. അടുത്തിന് നമുക്ക് ഹെഡ്ഫോൺസും ഓഡിയോ ആക്സസറീസ് നോക്കാം. ഒന്നാമത്തത് ബോട്ടിന്റെ എയർഡോപ്പ് സുപ്രീം, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. ഇതിന്റെ MRP എന്ന് പറഞ്ഞാൽ 6,499 രൂപയാണ്. എന്നാൽ ഗോഡ് സെയിലിന് നിങ്ങൾക്ക് 1,999 രൂപയ്ക്ക് കിട്ടും. മാസീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട്. നല്ല പ്ലേ ബാക്ക് ടൈമുള്ള, നല്ല ബേസ് ഉള്ള ഒരു ഹെഡ്ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ഞാൻ പറയും. പേഴ്സണലി ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയണത്. അതുമാത്രമല്ല AI എനേബിൾഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട്. അടിപൊളി സാധനമാണ്. അടുത്തതായിട്ട് ബോൾട്ടിന്റെ മസ്റ്റാങ് ടോർക്ക്. ഇതൊരു റഗ്ഗഡ് സ്റ്റൈലിലുള്ള ഒരു ഹെഡ്ഫോൺ ആണ്. അതായത് ഭയങ്കര ഹാർഡ് കോർ, നിങ്ങൾക്ക് തറയിലിട്ട് കഴിഞ്ഞാലും ഒന്നും പറ്റില്ല എന്നുള്ളൊരു സെറ്റപ്പിലുള്ളത്. IPX5 വാട്ടർ റെസിസ്റ്റന്റും ലോങ് ബാറ്ററി ലൈഫൊക്കെ ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് അവർ പറയുന്നുണ്ട്. MRP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5,999 രൂപയും ഗോഡ് സെയിലിന് കിട്ടുന്നത് 1,499 രൂപയാണ്. ഒരുപാട് ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽ നടക്കുന്ന സമയത്ത് ഡീലിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു കാറ്റഗറിയാണ് ക്യാമറ. ഇതിൻ്റെ അകത്ത് ക്യാനൻ്റെ R100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രി ലെവൽ
മിറർലെസ് ക്യാമറയാണ് ഓഫറിന് വന്നിട്ടുള്ളത്. ഈ ഒരു ക്യാമറയുടെ കൂടെ തന്നെ ഒരു 18-45mm കിറ്റ് ലെൻസും കൂടി വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്യാമറ ആദ്യത്തെ ക്യാമറയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ആൻഡ് എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു കാനൺ ക്യാമറയിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 64,995 രൂപയാണ്. എന്നാൽ നമുക്ക് ഗോഡ് സെയിലിന് 38,990 രൂപയ്ക്കാണ് കിട്ടുന്നത്. ക്യാമറയുടെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 24 മെഗാ പിക്സലിന്റെ ഒരു സെൻസറാണ് വരുന്നത്. ഓട്ടോ ഫോക്കസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്ളോഗിങ്ങിനും യൂട്യൂബിനും വേണ്ടിയിട്ടാണ് ആക്ച്വലി കാനൺ ഈ ഒരു ക്യാമറ ഫോക്കസ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. അടുത്ത നമ്മുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്മാർട്ട് TVs. TCLന്റെ T6C QLED 55 ഇഞ്ചിന്റെ 4K TV നോക്കിക്കഴിഞ്ഞാൽ 93,990 രൂപയാണ് ഇതിന്റെ MRP. അതിപ്പോ നിങ്ങൾക്ക് ഗോഡ് സെയിലിന് 30,240 രൂപയ്ക്ക് കിട്ടും. ഇതൊരു പ്രീമിയം QLED ആണ്. അത് മാത്രമല്ല ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ്, MEMC, 4K Ultra HD, ഫുൾ OLED പാനലൊക്കെയുള്ള ഒരു 55 ഇഞ്ചിന്റെ ഒരു പ്രീമിയം TV. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു 30,000 രൂപ ബഡ്ജറ്റിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ബഡ്ജറ്റ് TV ആണ്. ഷവോമിയുടെ Mi F Series 43 എന്ന് പറഞ്ഞിട്ടുള്ളൊരു TV ആണ്. അതായത് 43 ഇഞ്ചാണ് ഇതിന്റെ സ്ക്രീൻ സൈസ് വരുന്നത്. MRP 42,999 രൂപയാണ് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് 22,749 രൂപയ്ക്ക്. ഇതൊരു സ്മാർട്ട് ആൻഡ്രോയിഡ് TV ആണ്. 4K HDR ഇങ്ങനെയുള്ള അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ മൂവീസ് ഒക്കെ എൻജോയ് ചെയ്യേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഹോം അപ്ലയൻസസ്. നമുക്ക് ഒരുപാട് ഫാൻസ് ഇല്ലെങ്കിലും ചില ആളുകളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹോം അപ്ലയൻസസിലാണ്. അതിനകത്ത് നിങ്ങളുടെ നിങ്ങളുടെ അമ്മയ്ക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഈ സാധനം വേണം മേടിച്ച് കൊടുക്കാനായിട്ട്. വോൾട്ടാസിന്റെ ബേക്കോ ഡിഷ് വാഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷ് വാഷർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. MRP 28,990 രൂപയാണ്. എന്നാൽ നമുക്ക് ഈ ഒരു ഓഫറിന് കിട്ടുന്നത്, അതായത് ഗോഡ് സെയിലിന് 14,999 രൂപയ്ക്ക് കിട്ടും. ടച്ച് സ്ക്രീനൊക്കെ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങളുടെ പാത്രങ്ങളെല്ലാം കഴുകാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല പ്രീ റിൻസ് വാഷും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിഷ് വാഷർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര എളുപ്പവും. ഞാനത് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് പറയാണ്. അതായത് ഒന്നും വേണ്ട, പാത്രത്തിൽ നിന്ന് ആ വേസ്റ്റ് എല്ലാം മാറ്റിയതിനു ശേഷം ഈ പാത്രത്തിന് അതിൻ്റെ അകത്തേക്ക് വെക്കുക, ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിക്കുക, സാധനം അകത്തേക്ക് കയറ്റുക, ഓൺ ആക്കുക, ഡും കഥ. അടുത്തത് ഒരു ഫ്രിഡ്ജാണ്. സാംസങ്ങിന്റെ 350 ലിറ്ററിന്റെ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ ആണ്. 60,990 രൂപ MRP ഉള്ള ഈ ഒരു ഫ്രിഡ്ജ് 33,999 രൂപയ്ക്കാണ് കിട്ടുന്നത്. ആൻഡ് ഇതിന്റെ അകത്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പഴയ ഫ്രിഡ്ജിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2,799 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് ലാഭിക്കാനും പറ്റും. സാംസങ്ങിന്റെ ആയിട്ടുള്ള ബേസ്പോക്കും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പ്രീമിയം ഫ്രിഡ്ജ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ചെക്ക് ഇറ്റ് ഔട്ട്. ഫൈനൽ ആയിട്ടുള്ളത് നമ്മുടെ സീലിംഗ് ഫാനിനും നമുക്ക് ഇതിനകത്ത് ഓഫറുണ്ട്. ഓറിയന്റിന്റെ ഉജാല പ്രൈം സീലിംഗ് ഫാന് നമുക്കിപ്പോൾ 2,799 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഇതിന്റെ MRP നോക്കിക്കഴിഞ്ഞാൽ 4,600 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 2,799 രൂപയ്ക്ക് ഈ ഒരു ഗോഡ് സെയിലിന് ഓഫറിന് കിട്ടും. അത് മാത്രമല്ല ഇതൊരു BLDC മോട്ടറുള്ള ഒരു ഫാനാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഡീലുകൾ മൊത്തം ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതൊക്കെയാണ് നമ്മുടെ 12-ാം തീയതി മുതൽ സ്റ്റാർട്ട് ആവുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെയിലിൻ്റെ ഡീലുകൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഡീൽ ഈസ് ലൈവ്. അപ്പോൾ ഞാൻ എല്ലാ തവണയും ചെയ്യുന്നത് പോലത്തെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ആൻഡ് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് എന്നെ ഒന്ന് ടാഗ് ചെയ്യുക, എനിക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ.